അവിടെ മാറിയിട്ട് വാടക വീട്ടിലോട്ട് മാറാൻ വേണ്ടിട്ട് അല്ല, ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ട് ആലോചിക്കുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ കേട്ട് മടുത്ത് ഏതായാലും ഫിക്സും അവിടെ പഠിക്കുമോ കൊല്ലത്ത്. സുധിയുടെ മൂത്തമോനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ സുധിയുടെ അമ്മയും സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ രേണു സുധിയെ കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വീഡിയോ തന്നെയാണിത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ രേണു സുധി ഇപ്പൊ കോട്ടയത്ത് താമസിക്കുന്ന വീടെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ. കൊല്ലം സുധിക്ക് വേണ്ടിയിട്ട് ചാരിറ്റി പ്രവർത്തകർ വെച്ചു കൊടുത്ത വീട്ടിലാണ് അല്ലെ. അവിടെ താമസിക്കാൻ ശരിക്കും അർഹരായിട്ടുള്ളത് ആരാണ്? കൊല്ലം സുധിയുടെ മുൻ ഭാര്യയിലുണ്ടായ മൂത്ത മകനായിട്ടുള്ള കിച്ചു ആണ് അല്ലെ. പിന്നെ കൊല്ലം സുധിയിൽ രേണുവിലുണ്ടായ മകനായിട്ടുള്ള ഋതപ്പനും. ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ചാരിറ്റി പ്രവർത്തകർ ആ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് അല്ലെ. രേണുവിന് ആ വീടിന് മേൽ യാതൊരു അവകാശവും ഇല്ല. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ആ വീട്ടിൽ താമസിക്കുന്നത് ആരാണ്? രേണുവും രേണുവിന്റെ കുടുംബക്കാരും. ഈ പറയുന്ന കിച്ചു എവിടെയാണ് താമസിക്കുന്നത്? കൊല്ലത്ത്. എങ്ങനെയുണ്ട്? ഇങ്ങനെ അവകാശപ്പെട്ടവരെ പുറത്തു നിർത്തി ഔദാര്യത്തിൽ ആ വീട്ടിൽ താമസിക്കുന്നതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞ വർത്താനം നിങ്ങളൊന്ന് കേട്ടോക്കി. പുതിയ വീട്ടിലെ മഴ പെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വെള്ളം ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന. നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയുക, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരി, ദാനം തന്നു, അത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പൻ കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളിൽ നന്നായിട്ടുണ്ട്, ലിവിംഗില്. ഓക്കെ, അവരുണ്ടാക്കി തന്ന നല്ല വീടാണ്. പക്ഷെ മുക്കിലും മൂലയിലും ചോർച്ചയുണ്ടെന്നുള്ള രീതിയിലാണ് രേണുവോട് സംസാരിച്ചു വെക്കുന്നത് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ രേണുവിന് ഈ വീടിനെ കുറിച്ച് പബ്ലിക്കായി ഇങ്ങനെ വന്ന് സംസാരിക്കാൻ യാതൊരു അവകാശവും ഇല്ല. കാരണം അത് രേണുവിന്റെ വീടല്ലല്ലോ, കൊല്ലം സുധിയുടെ മക്കളുടെ വീടാണ്. ഇനി ഔദാര്യമായിട്ടാണെങ്കിലും അവിടെ താമസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ രേണുവിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇങ്ങനെ പബ്ലിക് മീഡിയക്ക് മുന്നിൽ വന്നിരുന്നിട്ടല്ല പറയേണ്ടത്. ആ വീടുണ്ടാക്കി തന്ന ആളുകളെ വിളിച്ചാണ് സംസാരിക്കേണ്ടത്. ഇനി ഈ വിഷയം പബ്ലിക്കിന് മുന്നിൽ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് രേണുവല്ല പറയേണ്ടത്, കിച്ചുവോ അല്ലെങ്കിൽ ഋതപ്പനോ ആണ് പറയേണ്ടത്. ഋതപ്പന് പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ കിച്ചു എന്ന് പറയണം. രേണുവിന് എന്താ അവകാശമാണുള്ളത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ വീട് ഉണ്ടാക്കി കൊടുത്ത ആള് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും മൂപ്പർക്ക് പറയാളൊന്ന് കേട്ടോക്കാം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 അല്ല, 200 അല്ല, എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. കേട്ടല്ലോ, അവസാനം പറഞ്ഞു കേട്ടല്ലോ. സുധിയുടെ 2 മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത വീടാണെന്ന്. ആ വീടുണ്ടാക്കി കൊടുത്ത ആളാണ് ഈ പറയുന്നത്. അതും ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തു കൊടുത്തതെന്നും കൂടി പറയുന്നുണ്ട് അല്ലെ. പിന്നെ വീട് ചോരുന്നില്ല എന്ന് ഇവർ 200% ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് രേണു സുധി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ഇത് കാരണം അവർക്ക് എന്താണ് കിട്ടാനുള്ളത് ആർക്കറിയാമല്ലേ. ബാക്കി കണ്ടോക്കാം. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിന്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ പറയാം. അപ്പൊ അതാണ് പ്രശ്നം. ഇത് പല വീടുകളിലുള്ള പ്രശ്നമാണ്. ഇതൊരു 2000 രൂപ ക്ലാസ് വാങ്ങിയിട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതിനാണ് വീട് ചോരുന്നു, വീട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പബ്ലിക് മീഡിയയുടെ മുന്നിൽ വന്ന് കാര്യം വഷളാക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ രേണുസുധിക്ക് പണ്ടേ ഉള്ളതാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഈ ഓൺലൈൻ മീഡിയനെ വിളിച്ചു കൊണ്ടുവന്ന് വഷളാക്കുന്ന പരിപാടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവർ ഇത്രയും ചെയ്തു കൊടുത്തു, അതിന് രേണു കാണിച്ച നന്ദിയാണ് നമ്മളിപ്പോ കണ്ടത്. ഇങ്ങനെയൊക്കെ ഓൺലൈൻ മീഡിയനെ വിളിച്ചു കൂട്ടി പറയാൻ നാണില്ല ഇവർക്ക് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കഷ്ടം, അല്ലാണ്ട് എന്ത് പറയാനാ. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷെ ആ വീട് പണി കഴിയുന്നതിന്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി.
അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിള്, ഡൈനിങ് ടേബിള്, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽട്ടർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കാണാത്ത, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസിന്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നുമില്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം, ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ വന്ന് പറയാന്ന് പറഞ്ഞാൽ എന്തായാലേ, ഇവർ ജസ്റ്റ് വീടുണ്ടാക്കി കൊടുക്കുക മാത്രമല്ലേ ചെയ്തത്, അവിടേക്കുള്ള TV, ഫ്രിഡ്ജ്, ഫർണിച്ചർ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ വന്ന് പറയാന്ന് പറഞ്ഞാണെങ്കിൽ വളരെ മോശമാണ് രേണു. ഒരു പറ്റം ആളുകളുടെ എഫേർട്ടിനെ പുച്ഛിച്ച് തള്ളുന്ന മാതിരിയായി പോയത്. അല്ലെങ്കിലും രേണുവിന് വിചാരം എന്താണെന്ന് അറിയോ, രേണുവിന് പിന്നാലെ കുറെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. രേണു എപ്പോൾ വിളിച്ചാലും ഓടി വരാൻ ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് രേണുവിന് എപ്പോഴും ഇങ്ങനെ ഷൈൻ ചെയ്യണം. അതിനുവേണ്ടി ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉള്ളത് പറയാലോ, ഈ ഓൺലൈൻ മീഡിയക്കാർ രേണുവിന് പിന്നാലെ പോകുന്നത് നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഈ സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരം വരും. അവരിങ്ങനെ പിന്നാലെ മണിപ്പിച്ച് പോകുന്നതിനെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ രേണു ഉണ്ടാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, രേണുവുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികളിൽ ഒരു 80-90% കോൺട്രവേഴ്സികളും ഈ ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ രേണു ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കോൺട്രവേഴ്സികളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഓൺലൈൻ മീഡിയക്കാർ രേണുവിന് പിന്നാലെ പോകുന്നത് നിർത്തി കഴിഞ്ഞാണെങ്കിൽ പിന്നെ രേണുവിന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അത് രേണുവിന് നന്നായിട്ട് അറിയാം. എന്തായാലും ബാക്കി കേട്ടോക്കാം. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ, ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിക്കും. ഭീഷണിയുടെ സ്വരം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാന്നല്ല, അത് ഭീഷണിയുടെ സ്വരം തന്നെയാണ്. ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിക്കും, ഓൺലൈൻ മീഡിയനെ വിളിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് പിന്നെ ഭീഷണിയല്ലേ. ഇതൊരുമാതിരി ചോറിന് നന്ദി കാണിക്കാത്ത ഏർപ്പാടായി പോയിരുന്നു ചെയ്തിട്ട്. വല്ലാത്തൊരു മനുഷ്യ സ്ത്രീ തന്നെ. ഈ സ്ത്രീക്ക് മുതലെടുക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രേണു ഒപ്പം വിളിച്ചാലും ഓടി വരാൻ വേണ്ടിയിട്ട് കുറെ ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അവരാണ് ശരിക്കും രേണുവിനെ ഇങ്ങനെ വഷളാക്കി മാറ്റുന്നത്. ശരിക്കും അവന്മാർക്ക് 2 കൊടുക്കണം ഉള്ളത് പറയാലോ. എന്തായാലും ബാക്കി നോക്കാം. സുധിയുടെ മൂത്തമ്മനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു. അവനവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഇവിടെ ഫിറോസ്ക പറയാതെ പറഞ്ഞു വെക്കുന്നത് കിച്ചുവിന് ഇപ്പൊ ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തതിൽ നല്ല സങ്കടം ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ? അത് പിന്നെ സ്വാഭാവികം. തനിക്ക് വേണ്ടി നിർമ്മിച്ച വീട്ടിൽ തന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് അവിടെ ഔദാര്യമായി വന്നവർ അവകാശം സ്ഥാപിക്കുമ്പോൾ ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്വാഭാവികമാണ്. ഇപ്പൊ രേണുവിന്റെ കുടുംബക്കാരാണ് എല്ലാ വീട്ടിലും താമസിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നാട്ടുകാർ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബാക്കി കേട്ടോക്കാം. അവരുടെ ഫാമിലി കാര്യങ്ങളാണ്, അവിടെ ആര് നിൽക്കണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. അതെങ്ങനെ അവര് തീരുമാനിക്കും? അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കി ഉണ്ടാക്കിയ വീടാണെങ്കിൽ അത് അവര് തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, നാട്ടുകാർ ചാരിറ്റി ആയിട്ട് ചെയ്തു കൊടുത്ത വീടാണ്, അല്ലേ? അപ്പൊ അതെങ്ങനെ അവരുടെ ഇഷ്ടമായിട്ട് മാറും? ഒരിക്കലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവരുടെ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതിന് യഥാർത്ഥ അവകാശികളാണ്. അങ്ങനെയെങ്കിൽ കിച്ചു എന്ന് പറയട്ടെ, എനിക്കിപ്പോ ആ വീട്ടിൽ താമസിക്കേണ്ട, രേണുവും മക്കളും കുടുംബക്കാരും താമസിച്ചോട്ടെ എന്ന്. അങ്ങനെയെങ്കിൽ പിന്നെയും ഓക്കെ. അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് തോന്നിയമാർ ആരെങ്കിലും അവിടെ താമസിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. എന്തായാലും ബാക്കി കേട്ടോ. പക്ഷെ സുധിര അമ്മയും സുധിര 2 മക്കളും സുധിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത്, ദയവേത് എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിന് അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിന് ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്.
സന്തോഷം. ഇതോടുകൂടി ഇവർ ഈ പരിപാടി അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെ ഇരിക്കണം, എല്ലാ മാസവും ഒരു പാവപ്പെട്ടവരെങ്കിലും സഹായിക്കുന്ന ഒരു ചാരിറ്റിയാണ് ഇവരുടേത്. അതങ്ങ് നിന്ന് കിട്ടി. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ രേണുവിന്റെ ഈ സ്വഭാവം കാരണം ഭാവിയിൽ സഹായം കിട്ടാനിരുന്ന ഒരുപാട് പാവങ്ങൾക്കുള്ള സഹായം അങ്ങ് മുടങ്ങി കിട്ടി. സന്തോഷമായല്ലോ. ഇതിനും മികച്ച ഉപകാരം രേണുവിന് ഇനി ചെയ്യാനില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. എന്താണ് ഇത് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.